ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കറിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. നല്ല തേങ്ങ അരച്ച മുട്ടക്കറിയാണ്, നാടൻ മുട്ടക്കറി. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എഗ് റോസ്റ്റിനേക്കാളൊക്കെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന്. അധികം മസാലകളൊന്നും ചേർക്കാതെയുള്ള മുട്ടക്കറി. അപ്പോൾ ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ 2 എടുക്കുക, ഒരു 4-5 ഉള്ളി എടുക്കുക. അതുപോലെ എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചേർക്കുക. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ അരയ്ക്കാനായിട്ട് തേങ്ങ വേണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികളും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. തേങ്ങ അരയ്ക്കാനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം പൊടിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം മുഴുവനായിട്ട് ചേർത്താലും മതി, 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ നമുക്കൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അധികം തേങ്ങയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങ 4 മുട്ടയ്ക്ക് കറക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ടീസ്പൂണിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. ഇത്രയും തേങ്ങ മതി കേട്ടോ. കപ്പളവിൽ പറയുകയാണെങ്കിൽ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ 1/2 കപ്പായാലും മതി. നിങ്ങൾക്ക് 4 മുട്ടയ്ക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ എടുത്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ നമ്മുടെ തേങ്ങയും പൊടികളും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളം ചേർക്കാനുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഒന്ന് സവോളയൊക്കെ വഴറ്റിയെടുത്തിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വലിയ സവോള ആയതുകൊണ്ടാണ് അതുപോലെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സവോള കട്ട് ചെയ്യാം കേട്ടോ. തിന്നായിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കി തുടങ്ങാം. നമ്മുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് സവോള ചേർക്കാം. സവോളയുടെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. സവോളയ്ക്കും ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട. ഒന്ന് ട്രാൻസ്പെറൻ്റായി കുറച്ചുകൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കില്ല കേട്ടോ. തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കില്ല. നമ്മളിത് പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറിലാണ് ഈ കറി കഴിക്കേണ്ടത്. പെരിഞ്ജീരകം മാത്രമാണ് നമ്മളിതിൽ മസാലയായിട്ട് ചേർക്കുന്നത്. ബാക്കി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സാധാരണ എല്ലാ കറികളിലും ചേർക്കുന്നതാണ്. എക്സ്ട്രാ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. അപ്പോൾ നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. അപ്പോൾ നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേസ്റ്റ് കുക്കായി വരും. അതിനുശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അരപ്പ് ചേർക്കുന്നത്. നമ്മുടെ പൊടികളൊന്നും കുക്കായിട്ടില്ലല്ലോ. ആ പൊടികളെല്ലാം കുക്കായി വരണം. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്തൊരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വരാനാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ
ഞാൻ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അരപ്പ് വഴറ്റുന്നതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം, നിർബന്ധമാണെങ്കിൽ മാത്രം. പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ ആ പൊടി വരുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് തക്കാളി വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ അരപ്പൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനൊരു 3/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ ആദ്യം സോളയിൽ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായുള്ളൂ. ഇനിയിപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ട തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് വരഞ്ഞെടുക്കാം. മുട്ടയിലേക്ക് മസാല ഒന്ന് പിടിക്കാനായിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വരഞ്ഞ് വച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് ഈ ഗ്രേവിയിൽ കിടന്ന് തിളച്ച് കുറുകി വരണം. ഗ്രേവി ഒന്ന് കുറുകി വരണം. അപ്പോൾ 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ, തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുന്നത് ഈ ഗ്രേവി നമ്മുടെ മുട്ടയിലേക്കൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ മുട്ടയിലേക്ക് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കാനുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഉള്ളി എടുത്ത് വെച്ചത്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വറവിടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമ്മൾ ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് നമ്മൾ വറവിടുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. ഞാൻ എന്താ ഉള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഉള്ളി ഒന്ന് കളർ മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 4 വറ്റൽമുളക്, 3-4 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുന്ന കറിയേക്കാൾ തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും നമുക്ക്. പക്ഷേ ടേസ്റ്റ് കൂടുതലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന മുട്ടക്കറിയേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്. അധികം മസാലകളും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ലൈറ്റായിട്ട്. ഒന്നുകൂടി ഒന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ വറവ് ഇതാ ഞാൻ ഇതാ കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വറവ് ചേർത്തിട്ട് നമ്മളിത് ആ കറിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ ഈ കറിക്ക് ആ വറവിൻ്റെ ടേസ്റ്റും കൂടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ വരഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട് മുട്ടയിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്തോളും. ഇനിയിപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഏതിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, എങ്ങനെയുണ്ട്, എളുപ്പമാണോ മുട്ടക്കറി എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.